Hi. Hi, let's make a video on the essential thing I carry for my baby that make my travel very easy. So, എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇംഗ്ലീഷ് അറിയാത്തറിയില്ലല്ലോ. എൻ്റെ ട്രാവൽ ഈസി ആക്കാനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി എടുക്കുന്ന വളരെ എസെൻഷ്യൽ ആയുള്ള കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. കാരണം ഹരിപ്പോസ രാവിലെ റെഡി ആയിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഒരു ഷൂട്ട് ഉണ്ട് ഇന്ന്, ഒരു ഓണം പ്രൊമോഷൻ ഷൂട്ട്. സോ വി ആർ ഗോയിങ് ദെയർ. സോ ലെറ്റ്സ് ഡു ദാറ്റ്. Let's do it, Sada. So, yeah. ഇതാണ് ആ ബാഗ്. Can see. ഇത് ഞങ്ങൾ ലുലുമാള സെയിൽ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് അവളുടെ മേക്കപ്പ് സാധനങ്ങളാണ്. അവളുടെ ഹെയർ ബാൻഡ്, കൺമഷി, ബ്രഷ്, പിന്നെ കുറച്ച് എൻഡീം സാധനങ്ങൾ, ലിപ്സ്റ്റിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇവളുടെ ഡ്രസ്സസ് ആണ്. ഇത് 4 ഡൈപ്പറിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നുന്നു. 2 ഡൈപ്പർ നിതീഷ് എൻ്റെ ബാഗിലും കൂടെ ഞാൻ വെക്കുന്നുണ്ടായാലും. ഇത് 4 ഡൈപ്പർ രാവിലെ ഫുഡ് കൊടുത്തതിന് ശേഷം മാറ്റണമായിരിക്കും. കാരണം ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അവളുടെ കലാപരിപാടികളൊക്കെ, പ്രഭാത കൃത്യങ്ങളൊക്കെ രാവിലെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി 4 ഡൈപ്പർ. ഇത് ഡ്രസ്സാണ് അവളുടെ. ഒരു നിക്കർ ബ്ലാക്ക് കളറിലെ. ഇതൊരു ട്രഡീഷണൽ, നമ്മൾ ആ ഷോപ്പിൽ നേരത്തെയും പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രൊമോഷന് നേരത്തെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങിയത് തന്നെയാണ്. തിരിച്ചു വരുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കാണെങ്കിൽ ഇത് ഇടിയിക്കുകയാണെങ്കിൽ ഇത് കോട്ടൺ ആണ്, ട്രാവൽ ഫ്രണ്ട്ലിയാണ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. സീക്വൻസ് ഒന്നും വലിയതായിട്ടുള്ളതല്ല. പിന്നെ ഇത് 3 ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് രാവിലെ ഇത് ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ എന്തായാലും അഴുക്കാവും. അത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ബ്ലാക്ക് ഇടാം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ആഹാരം കഴിച്ച് ഇത് കേടാവും. അത് കഴിയുമ്പോൾ ഇതിടാം. നിക്കറിന് ആവശ്യം ഒരുപാട് വരില്ല. നിക്കറിൻ്റെ ആവശ്യം ഒരുപാട് വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും ഒരു നിക്കറും കൂടെ എടുക്കുന്നുണ്ട്, ഒരു നിയോൺ കളർ ബ്ലാക്ക് വരുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഏട്ടൻ ഒരു മാരേജിന് പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. മലപ്പുറത്ത് നിൽക്കണം. അപ്പോൾ ഇതൊരു നിക്കർ. ഇതാണ് അവളുടെ ഡ്രസ്സസ്. ഇത് സ്മാഷറാണ്. സോ നമ്മൾ ഫുൾ ഫുഡ് എടുത്തുകൊണ്ടല്ല, അപ്പോൾ നമുക്ക് രാവിലത്തേക്കുള്ളത് എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇപ്പം നമ്മൾ കഞ്ഞിയോ അല്ല ചോറോ എന്തെങ്കിലും ആണ് വാങ്ങുന്നതെങ്കിൽ അത് സ്മാഷ് ചെയ്യാൻ. ഇത് ഞാൻ ഇവിടെ നിന്നും തന്നെ അല്ല, ഞാൻ നാട്ടിൽ പോയാലും എടുക്കാറുണ്ട്, ഞാൻ എവിടെ പോയാലും എടുക്കാറുണ്ട്. എനിക്കിതൊരു കൈമച്ച് എത്ര ഉടച്ചാലും ചിലയിടത്തൊക്കെ ആഹാരം ചോറും ഒന്നും ഉടയത്തില്ല. അവരവരുടെ പരിപാടിനെ ഉണ്ടാക്കുന്നതല്ലേ, നമുക്കവരെ ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഞാനിത് വെച്ച് സ്മാഷ് ചെയ്യും. പിന്നെ കൈ കൊണ്ട് ചെറിയ ഉരുളാക്കി. ഇവൾ ഒറ്റയ്ക്ക് കഴിച്ചോളും, പക്ഷേ ഇച്ചിരി മെസ്സി ആവുമെന്നേ ഉള്ളൂ. പക്ഷേ ഇവൾ ഒറ്റയ്ക്ക് കഴിച്ചോളും. സോ ഒരു സ്മാഷ് എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ്സ് സദുട്ട. ഇത് പൗഡറാണ്. പൗഡർ, അവളുടെ ബോഡി ക്രീം, പിന്നെ അവളുടെ ഫേസ് ക്രീം. ബോഡി ക്രീമും ഫേസ് ക്രീമും അത്യാവശ്യമാണ് ഡ്രസ്സ് മാറ്റുമ്പോൾ. ഞാൻ എപ്പോൾ ദേഹം തുടച്ചാലും അവൾക്ക് ക്രീമൊക്കെ തേക്കാറുണ്ട്. ഞാൻ അല്ലെങ്കിൽ നോർമലി ഇവളുടെ മുട്ടിലും കൈമുട്ടിനും കാൽമുട്ടിനും ഞാൻ മിക്കപ്പോഴും ക്രീം തേക്കാറുണ്ട്. ഈ 3 സാധനങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഫേസ് ക്രീം വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം സദയ്ക്ക് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരു ക്രീം വാങ്ങിച്ചതല്ല, ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ ക്രീം വാങ്ങിച്ചത്. സദയുടെ സ്കിൻ എക്സ്ട്രാ ഡ്രൈ ആണ്. ഡ്രൈനെസ് കാരണം കുത്തുകുത്ത്. കാരണം ഞാൻ അവളുടെ ഫേസിൽ മാത്രം ഒന്നും പുരട്ടത്തില്ലായിരുന്നു. അവളുടെ ബോഡി നന്നായിട്ട് മസാജ് ചെയ്യും, ക്രീം പുരട്ടും, എല്ലാം ചെയ്യും. പക്ഷേ ഒക്കെ വരുന്നതാകുമ്പോൾ പക്ഷെ ഞാൻ ഫേസിലൊന്നും പുരട്ടത്തില്ലായിരുന്നു. സോ അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് സദയുടെ സ്കിൻ ഡ്രൈ ആണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന ക്രീമാണ്, സെറ്റാഫിൽ അതിൻ്റെ ക്രീമാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ക്രീം. ഇത് അവളുടെ രാവിലത്തെ കുറുക്കാണ്.
ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്യണം. ഇത് രാവിലത്തെ അവളുടെ കുക്കാണ്. പിന്നെ ഇത് കുറുക്ക് കൊടുക്കാൻ ഈസിയാണ് എനിക്ക്. അപ്പം ട്രാവൽ ഞാൻ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ അവൾ ചോക്ക് ചെയ്യുമോ എന്നുള്ളത് ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. ഞാൻ ഭയങ്കരമായിട്ട് പേടിയുള്ളൊരു സാധനം. സോ ഇതൊരു പാത്രം, ഇത് അവളുടെ സ്പൂണുമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇത് ചെറുതാണ്. അപ്പോൾ ഇതെന്തായാലും റാഗി ഇച്ചിരി കുറുകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടയായിട്ടുണ്ട്. അപ്പോൾ അതിലിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ഞാൻ കട്ടയ്ക്കാണ് ഇച്ചിരി എടുത്തേക്കുന്നത്, അപ്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി ഏറെ അത് വരും. അപ്പോൾ ഇതിൽ കൊടുക്കാനാണ് ഈസി. സതുട്ട. പിന്നെ ഇത് അവളുടെ ഫ്രൂട്ട്സ് മിക്സാണ്. മാംഗോ ഉണ്ട് ഇതിൽ, മുന്തിരിയുണ്ട്, പിന്നെ 2 ചെറുപഴമുണ്ട്. അവൾക്ക് നേരത്തെ ഞാനാണെങ്കിൽ പാല് പമ്പ് ചെയ്തെടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ പമ്പ് ചെയ്തെടുക്കത്തില്ല. കാരണം അങ്ങനെ എപ്പോഴും പാല് കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ പാല് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്നാക്സൊക്കെ കൊടുത്താലും ആശാട്ടിയുടെ വയറും നിറയും. അപ്പം ഇത് പിന്നെ ഞാൻ നോർമൽ വെള്ളം വെളിയിൽ നിന്ന് വാങ്ങും കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ വെള്ളം കൊണ്ടുപോകത്തില്ല. ഇവിടെ നോർമലി ഇപ്പോൾ തണുത്ത വെള്ളം കുടിക്കും. ഞാൻ വീട്ടിൽ തിളപ്പിച്ചാറിച്ച വെള്ളമല്ല കൊടുക്കുന്നത്. ഞാൻ നോർമൽ നമ്മൾ ഇവർക്ക് വേണ്ടി മാത്രം വെളിയിൽ നിന്ന് വെള്ളം വരുത്തും. ബിസ്ലേറി വാട്ടർ ഉണ്ടല്ലോ വീട്ടിൽ, അതാണ് ഞാൻ കൊടുക്കുന്നത്. അത് നോർമൽ വെള്ളം. ഓൾറെഡി അത് എൻ്റെ ന്യൂട്രീഷൻ പകുതിയും പോയിട്ടായിരിക്കും വരുന്നത്. ഞാൻ തിളപ്പിക്കാറില്ല. ഞാൻ അത് നോർമലി അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇതുവരെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കൺസേൺ ഇല്ല, അയ്യോ കുഞ്ഞിന് ചൂടുവെള്ളം വേണം, ചൂടുവെള്ളം ഇല്ലെങ്കിൽ ഒരു തൊണ്ടയ്ക്ക് പ്രശ്നം, അങ്ങനത്തെ സീനൊന്നുമില്ല. ഷീസ് ഓക്കെ. ഇത് ഫ്രൂട്ട്സ്, ഇതും ഒരു ഹെൽപ്പാണ് കേട്ടോ. ട്രാവൽ ചെയ്യുമ്പം വെരി ഹെൽപ്ഫുൾ. ലൈക്ക് ഇതിനകത്തോട്ട് ഒരു ഫ്രൂട്ട് വെക്കുക, കൈ കൊടുക്കുക, വായിൽ അവളും അതും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നോളും, കഴിച്ചോളും. പക്ഷെ ഡ്രസ്സും മെസ് ചെയ്യാം, ഡ്രസ്സ് നന്നായിട്ട് മെസ് ചെയ്യാം. സോ അവളുടെ വിചാരം ഇതിനകത്ത് എന്തോ ഉണ്ടെന്നാണ്, അതൊന്നും ഇല്ല. സോ ഇത് ഫ്രൂട്ട്സ് കൊടുക്കാനുള്ളത്. ഇത് മോരുകറിയാണ്. ഇവളുടെ ഫേവറേറ്റാണ്. സദയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ മോരാണ്. അല്ല സദാ? അപ്പോൾ ഇത് ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇളക്കി കൊടുക്കാനായിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കി എന്തെങ്കിലും തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്മാഷ് ചെയ്ത് അതും കൂട്ടത്തിൽ കൊടുക്കും. പക്ഷെ മോര് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മോരിന് എരിവും ഒരുപാട് കാണും, മസാലയൊക്കെ. ഇതിൽ അത്രയും ഇല്ല. ഇതിൽ ചെറുതായിട്ടൊരു മഞ്ഞൾ ഇട്ടേക്കുന്നു, പിന്നെ ജീരകം ഇട്ട്, അത്രയേ ഉള്ളൂ. ഇച്ചിരി എണ്ണ ഒഴിച്ചു, ജീരകം ഇട്ടൊന്ന് കടുക് വറുത്തു, കറിവേപ്പില ഇട്ടു. അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പക്ഷെ വളരെ വളരെ ചെറിയ ക്വാണ്ടിറ്റി. ഒരു വെളുത്തുള്ളിയോ 2 വെളുത്തുള്ളിയോ ഒരു ചെറിയ ഇഞ്ചി, അത്രയേ ഉള്ളൂ. അപ്പം അതാണ് അവൾക്കിപ്പം പറ്റുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുളകൊക്കെ ഇട്ടത് ഇപ്പം അവൾക്ക് പറ്റില്ല. അപ്പം ഇത് മോര് കറി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൊടുക്കാം. പോകത്തില്ല പുറത്ത്, പക്ഷെ ഒരു ഉറപ്പില്ല. ഇത് അവളുടെ ബാംഗിൾസ് ആണ്, പക്ഷെ ഇത് ഞാൻ എടുക്കുന്നില്ല. ഞാൻ അതിന് പകരം കുറച്ച് വള ഞാൻ ഇവളുടെ മേക്കപ്പ് സെറ്റിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. സോ യാ. പിന്നെ ഒരു ഒബ്സർവിങ് ഷീറ്റ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഒരു പക്ഷേ അവൾ ഇവളുടെ മോഷൻ പോയി, നമ്മളൊരു ട്രെയിനോ ആ കാര്യങ്ങളോ ഒന്നും അഴുക്കാക്കാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു സാധനം. പിന്നെ ഇനി ഇത് കൂടാതെ ഞാനൊരു ചെറിയ കവർ എടുക്കും, ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കും. ഡൈപ്പറൊക്കെ അഴുക്കായാലും അത് വെക്കാൻ, കാരണം ഓപ്പൺലി വെക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രസ്സ് അഴുക്കായാൽ വെക്കാൻ ഓൾറെഡി ഡ്രസ്സ് വെച്ചേക്കുന്ന കവറിൽ തന്നെ വെക്കാം. പക്ഷെ ഡൈപ്പർ, ഉപയോഗിച്ച ഡൈപ്പർ നമ്മൾക്ക് ഒന്നും കളയാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇടും. ഇല്ലാത്ത പക്ഷം ഞാൻ ബാഗിൽ വെക്കുമ്പോൾ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. സോ ഒരു കവർ എടുക്കും ഇൻ കേസ്. സോ ഇതാണ് എൻ്റെ ഒരു ഷോർട്ട് മിനി വ്ലോഗ് ഓർ വീഡിയോ. നേരത്തെ ഞാൻ പാല് പമ്പ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യത്തില്ല, അത് ഇതിന് ആവശ്യം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ബൈ. സത് പറഞ്ഞ ബൈ. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ. Bye-bye. Bye-bye.
നല്ലതാ.